മൈലേജ് ഒരു യു ടേൺ ആയിരിക്കും. അങ്ങനെ നമുക്ക് കാരണം നമ്മൾ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമ്മുടെ സ്ഥാപനത്തെ മുന്നോട്ട്. അപ്പം അതിലേക്ക് നമ്മൾ എവിടെയാണ് സ്ഥാപനത്തിൽ എൻ്റെ ഒരു ഞങ്ങൾക്ക് കുറേ എൻ്റർപ്രണേഴ്സൊക്കെ ഇടപെടുമ്പോൾ നമ്മളൊരു മനസ്സിലാക്കൽ ഈ സ്ഥാപനം നെക്സ്റ്റ് ലെവലിൽ പോകാത്തിന് ആദ്യത്തെ തടസ്സം ഇദ്ദേഹം തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ ചിന്ത, ഇദ്ദേഹം കാഴ്ചപ്പാട്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഒരു പ്രധാന തടസ്സം എന്ന് ചോദിച്ചാൽ ഇത്രയൊക്കെ മതി എന്ന് പലപ്പോഴും ആളുകൾ ചിന്തിക്കും. അപ്പം ഞാൻ പറയുന്നത് ഒരു വിത്ത് വൃക്ഷമാവേണ്ടത് അതിൻ്റെ ആവശ്യമില്ല, ലോകത്തിൻ്റെ ആവശ്യമുണ്ട് അല്ലേ. വലുതായി നെസ്റ്റോ അത്ര വലുതായതുകൊണ്ടാണ് അവർക്ക് അവരുടെ സ്റ്റാഫിനോ ഒക്കെ ഇത്രയും ഫെസിലിറ്റികൾ കൊടുക്കാൻ പറ്റുക. തീർച്ചയായും. അപ്പോൾ ഒരു വളർച്ച എന്ന് പറയുന്നത് ഒരു അനിവാര്യമായ ഘടകമാണ് എന്ന് വിശ്വസിക്കുന്നതാണ്. ഞാനൊക്കെ വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്ന അച്ഛൻ ചായക്കടിയായിരുന്നു. ഞാൻ വളർന്നതൊക്കെ പുറമ്പോക്കിലാണ്. അപ്പോൾ വളരണം 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 എന്ന് പറഞ്ഞ ആഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആക്കിയത്. ഒരു ബാക്ക്ഗ്രൗണ്ടൊന്നും ഉണ്ടായിട്ടല്ല. അപ്പോൾ നമ്മളെപ്പോഴും പറയും വളരാത്ത മനുഷ്യൻ ലയബിലിറ്റിയാണ്. തീർച്ചയായും. അത് അയാളുടെ കുടുംബത്തിനും എല്ലാവർക്കും. നമ്മൾ വളർന്നു പോകുമ്പോൾ ചില ആളുകൾ പറയും വളർന്നത് നമുക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഞാനതിന് വിശ്വസിക്കുന്നില്ല. പിന്നെ പലരും പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ബിസിനസ് ചെയ്യുന്നത്. അതിനെനിക്ക് വിശ്വാസമില്ല. ഞാനൊരു വ്യത്യസ്തമായ വാല്യൂ സിസ്റ്റം ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ ബിസിനസ് വളരേണ്ടത് ഇപ്പോൾ ചിറ്റിലപ്പള്ളിയായിട്ട് ഞാൻ നല്ല കൂട്ടാം. അപ്പം ചിറ്റിലപ്പള്ളി സാറിൻ്റെ വളർച്ച കാരണം അവിടെ ജോലി ചെയ്ത പലർക്കും ഒരു 2007 അദ്ദേഹം ഷെയർ വിരിച്ചു കൊടുത്തു. കുറച്ച് ഷെയർ കൊടുത്തു, 5% എടുത്തിട്ട്. അതിൽ ചിലരുടെ ആ ഷെയറിൻ്റെ ഇന്നത്തെ വാല്യൂ 13 കോടി രൂപയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്ക് ഇതിനേക്കാൾ കൂടുതൽ എന്ത് കൊടുക്കാൻ പറ്റും? കാരണം കൊല്ലങ്ങളായി നമ്മുടെ കൂടെ നിൽക്കുന്നത് 10, 15, 20 കൊല്ലം അവരുടെ ജീവിതം നമുക്ക് വേണ്ടി അർപ്പിച്ചത്. തിരിച്ചു കൊടുക്കാനും നമ്മൾ ബാധ്യസ്ഥനാണല്ലോ. അല്ലേ? നമുക്ക് മാത്രം കിട്ടണം, നമ്മൾ നന്നായിരിക്കണം. അപ്പുറത്ത് നമ്മളെ എന്തൊക്കെ നമുക്ക് സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റും. സൊസൈറ്റി നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന ജീവനക്കാർ തീർച്ചയായിട്ടും അവർ ബഹുഭൂരിപക്ഷം വളരെ നല്ല ആളുകളാണ്. ചില ആളുകൾ പ്രശ്നക്കാരുണ്ടാവാം. എന്നാലും ബഹുഭൂരിപക്ഷം എൻ്റെ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന ബഹുഭൂരിപക്ഷം പേര് രാത്രി പകലില്ലാതെ പണിയാണ്. അപ്പം ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞാൻ ചൈനയിൽ പോയിട്ട് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ഞാനങ്ങനെ ഇടയ്ക്ക് മാറിപ്പോയി താമസിക്കും. ആരോടും ഒരു കണക്റ്റും ഇല്ലാതെ. അപ്പോൾ ഒരാൾ പോലും അപ്പോൾ എന്നെ ആ ഒരു ദിവസം പോലും വിളിക്കേണ്ടി വന്നില്ല. എല്ലാവരും എന്നെ നോക്കി. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നെ എല്ലാ കാര്യങ്ങളും അവരെന്നെ നോക്കി നടത്തുന്നു. അതൊരു ടീം ബിൽഡിങ്, പിന്നെ ഒരു ടീമായി നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ടീമുണ്ട്. ഒരു 30 പേരുടെ ടീം നമ്മുടെ അടുത്തുണ്ട്. കുറേ കൊല്ലങ്ങളായിട്ട് ജോലി ചെയ്യുന്നതൊക്കെ ഉണ്ട്. 25 വർഷമായിട്ടുള്ള ആൾക്കാരുണ്ട്, 20 വർഷമായിട്ടുള്ള ആൾക്കാരുണ്ട്, 15 വർഷമായിട്ടുള്ള ആൾക്കാരുണ്ട്, 10 വർഷമുള്ള, 5 വർഷമുള്ള, അങ്ങനെ ഒരുപാട്. പിന്നെ സാറേ എവിടെ മുതൽ